ഇന്നും ഒത്തിരി പേർ ഇരുളിലാണ്. 1800-കളിൽ, കൃത്യമായി പറഞ്ഞാൽ 1879 തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇലക്ട്രിക് ലൈറ്റ് ബൾബ് കണ്ടു. വിജയകരമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അതിനുശേഷം അമേരിക്കയിലെ സ്റ്റേറ്റുകളിലൊക്കെ ഇലക്ട്രിക് ലൈനുകൾ, ഇന്നിപ്പോൾ നമ്മൾ പോസ്റ്റിലെ ലൈൻ വലിക്കുന്നത് അതുപോലെ അന്ന് അകത്തോട്ടുള്ള ടൗണുകൾ, റിമോട്ട് ടൗണുകളിലെ ഗ്രാമങ്ങളിലൊക്കെ പവർ ലൈനുകൾ വലിച്ചു റെഡിയാക്കി വീടുകളിൽ കണക്ഷൻ കൊടുത്തു. കണക്ഷൻ കിട്ടിയിട്ടും ആദ്യകാലങ്ങളിൽ സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇരുട്ടത്തിരുന്നു, ക്യാൻഡിൽ ലൈറ്റ് തെളിയിച്ചിരുന്നു, മെഴുകുതിരിയും വെച്ചു. എന്താ കാര്യം എന്നറിയുമോ? അവർക്ക് എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സഭയിൽ അവനുണ്ട്, ലോകത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, തിരിച്ചു പോയിട്ടില്ല. പവർ ഗ്രിഡ് എല്ലായിടത്തും വന്നു കഴിഞ്ഞു. പക്ഷെ ഇന്നും ഒത്തിരി പേർ ശക്തിയില്ലാതെ ജീവിക്കുന്നു. ഇന്നും ഒത്തിരി വിശ്വാസികൾ ബലഹീനരാണ്, ശക്തിയില്ല. എന്തുകൊണ്ട്? എങ്ങനെയാണ് ഈ പവർ സപ്ലൈയുമായി എന്നെ ബന്ധിപ്പിക്കുന്നതെന്ന് അവർക്കറിയില്ല. ഞാൻ പറയുന്നു, ഈ ഭൂമിയിൽ ഇനിയുള്ള വർഷങ്ങൾ ഏറ്റവും ആത്മശക്തിയുള്ള ഒരു ജീവിതം ജീവിക്കും. പിശാചെന്ന് പറയുമ്പോൾ ഓടുകയല്ല, പിശാചിനെ നീ ഓടിക്കും.